ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ദിയ ആൻഡ് ഹർ സ്റ്റാഫ്സിൻ്റെ കോൺട്രവേഴ്സി ടോപ്പിക്കിൻ്റെ ഇപ്പോഴത്തെ അഥവാ അറ്റ് പ്രസൻറ്റ് നിലവിലുള്ള അവസ്ഥ എന്താണ് എന്നുള്ളതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓൾറെഡി നമ്മളൊരു വീഡിയോ ഇതിന് മുൻപ് ഇട്ടിരുന്നു. അതിൻ്റെ ബേസ് കാര്യങ്ങൾ എന്താണ്, ഓവറോൾ എന്താണ് കാര്യം എന്നതിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ദയവായിട്ട് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോയി കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസ് ഇൻഫർമേഷൻ കിട്ടുകയുള്ളൂ. എനിവേ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഈ ഒരു ന്യൂസ് ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജനറലി ഇപ്പോൾ നടക്കുന്ന അപ്ഡേറ്റ്സിനെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പോൾ അവരെല്ലാം തന്നെ അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. കോൺഫിഡൻ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവായിട്ടുമാണ് കാണപ്പെടുന്നത്. കാരണം അവർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് എന്ന് അവർ പറയുന്നു, ദിയ ആൻഡ് ഫാമിലി പറയുന്നു. കാരണം ആദ്യം അവരൊന്ന് പകച്ചു പോയി എങ്കിൽ കൂടെയും ഇപ്പോൾ അവർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് എന്നും അവരുടെ ഭാഗം ജയിക്കും എന്നും തന്നെ അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. എനിവേ എന്തായാലും കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിന്റെ പാതയിൽ കൂടെ മാത്രമേ ആ ഒരു ഫാമിലി സഞ്ചരിച്ചിട്ടുള്ളൂ എന്നും കൂട്ടിച്ചേർക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗം ജയിക്കുമെന്നും സത്യം ജയിക്കും എന്നും തന്നെ അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറയുന്നു. എന്തായാലും ഇപ്പോഴത്തെ ഇൻസ്പെക്ഷന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് സ്റ്റേറ്റ്മെന്റുകളിലെല്ലാം തന്നെ ഇവർ പൈസ എടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഇൻസ്പെക്ഷന്റെ റിപ്പോർട്ടുകളെല്ലാം വന്നത് എന്നാണ് പറയുന്നത്. അതടുത്ത് പറയുന്നു, ഈ കസ്റ്റമേഴ്സ് ഇവരുടെ ഷോപ്പിൽ വരുമ്പോൾ ചെറിയ പേയ്മെന്റ്സിന്റെ എന്തെങ്കിലും പർച്ചേസുകൾ നടത്തുന്നവരാണെങ്കിൽ, എന്ന് വെച്ചാൽ കൊച്ചു കൊച്ചു പേയ്മെന്റിന്റെ എന്തെങ്കിലും വാങ്ങിക്കുന്നവരാണെങ്കിൽ മാത്രമേ ഈ സ്റ്റാഫ്സ് ദിയയുടെ QR കോഡ് കാണിച്ചു കൊടുത്തിരുന്നുള്ളൂ. അല്ലാതെ വലിയ വലിയ പേയ്മെന്റ്സ് വരുന്നതിനെല്ലാം ഈ സ്റ്റാഫ്സ് അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കിയ QR കോഡ് കാണിക്കുകയും അല്ലെങ്കിൽ QR കോഡ് കേടാണ്, പൈസയായിട്ട് തന്നാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നുവെന്നും ദിയ ഇന്റർവ്യൂസിൽ കൂട്ടിച്ചേർത്ത് പറയുന്നു. അതുപോലെ തന്നെ ചില കേസുകളിൽ ഇവർ ഷോപ്പിൽ നിന്ന് വിട്ട്, ഷോപ്പിൽ CCTV ക്യാമറാസ് വർക്കിംഗ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഷോപ്പിൽ നിന്ന് കസ്റ്റമേഴ്സിനെ പുറത്ത് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് പൈസ മേടിക്കുന്ന സംഭവങ്ങൾ വരെയും ഉണ്ടായിട്ടുണ്ട്. പുറത്ത് ക്യാമറ ഇല്ലല്ലോ, അപ്പോൾ പുറത്ത് കൊണ്ടുപോയിട്ട് പൈസ വാങ്ങിക്കുന്ന സാഹചര്യം വരെയും ഉണ്ടായിട്ടുണ്ട് എന്നും കൂട്ടിച്ചേർത്ത്. എന്തായാലും ബൾക്കായിട്ട് വരുന്ന പേയ്മെന്റുകളെല്ലാം തന്നെ ഇവരെ ഡ്യൂപ്ലിക്കേറ്റ് QR കോഡ് കാണിച്ചിട്ട് വാങ്ങിക്കുകയായിരുന്നെന്നും അതുപോലെ സ്റ്റാഫ്സിനെ താൻ അത്രയധികം വിശ്വസിച്ചിരുന്നെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയതെന്നും ദിയ കൂട്ടിച്ചേർത്ത് സംസാരിക്കുന്നുണ്ട് ഇന്റർവ്യൂസിലെല്ലാം. സ്റ്റാഫ്സിനെ അതുപോലെ സിസ്റ്റേഴ്സിനെ പോലെയാണ് കണ്ടിരുന്നതെന്നും പറയുന്നു. സ്റ്റാഫ്സിന്റെ ഭാഗത്തു നിന്ന് നേരത്തെയും ഇതുപോലെ പാക്കിംഗ് റിലേറ്റഡ് ആയിട്ടും അങ്ങനെയുള്ള കംപ്ലൈന്റ്സ് ഒക്കെ തന്നെ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നെന്നും എന്നാൽ അതൊന്നും ഇവരത്ര കാര്യമാക്കി എടുത്തിരുന്നില്ല. പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവരോടുള്ള ഒരു സ്നേഹം കൊണ്ടോ എന്തായാലും സിസ്റ്റേഴ്സ് ആയിട്ടാണ് കണ്ടിരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം കൊണ്ടാണോ എന്താണോ അറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ആദ്യം ചെറിയ ചെറിയ കംപ്ലൈൻറ്റ്സ് ഈ സ്റ്റാഫ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് കസ്റ്റമേഴ്സ് എല്ലാം പറഞ്ഞിട്ടും അതെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് പിന്നെയും അവരെ അവിടെ തുടരാൻ അനുവദിക്കുകയായിരുന്നെന്നും പറയുന്നു. അതുപോലെ തന്നെ ജാതിയുടെ പേര് പറഞ്ഞിട്ട് ഈ സ്റ്റാഫ്സിനെ ആക്ഷേപിച്ചു എന്നവർ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നവർ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതും അവർ ഇന്നത്തെ ഇന്റർവ്യൂവിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ദേവി ഏത് അങ്ങനെ ജാതിയുടെ കാര്യങ്ങൾ പറഞ്ഞു എന്നൊന്നും പറയല്ലേ എന്നും ദിയ ആൻഡ് ഹർ ഫാമിലി പറയുന്നുണ്ട്. കാരണം അവർക്ക് അങ്ങനെ ജാതിയുടെ യാതൊരു കാര്യങ്ങളും അവരുടെ കുടുംബത്തിൽ പോലും ആരും സംസാരിക്കില്ല. അവർക്കങ്ങനെ ജാതിയോ മതമോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അവരുടെ കുടുംബത്തിൽ പോലും ഇല്ല എന്നുള്ളതും വ്യക്തമായിട്ട് കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. ഒരു സംശയം തോന്നാനുള്ള ബേസ്, സംശയം എന്ന് തൊട്ടാണ് തോന്നി തുടങ്ങിയത് എന്ന് ഉള്ളതും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദിയയുടെ സിസ്റ്റേഴ്സിന്റെ ഫ്രണ്ട്സ് ആരോ ഷോപ്പിൽ ചെന്നിരുന്നെന്നും അങ്ങനെ അവർക്ക് സംശയം തോന്നിയിട്ടാണ്, ഇങ്ങനെ QR കോഡ് കേസിൽ സംശയം തോന്നിയിട്ടാണ് ദിയയെ ഇൻഫോം ചെയ്തതെന്നും പിന്നീടാണ് ഈ ഒരു അന്വേഷണത്തിലേക്കൊക്കെ ഇൻസ്പെക്ഷനിലേക്കൊക്കെ ദിയ തിരിഞ്ഞതെന്നും പറയുന്നു. അത് അങ്ങനെയാണ് അതിന്റെ ബേസ്, ഇവരെ ഇങ്ങനെ സംശയം തോന്നാൻ കാരണം ആയ ബേസ് അതാണെന്ന് പറയുന്നു. ദിയയുടെ സിസ്റ്റേഴ്സിന്റെ ഫ്രണ്ട്സ് ചെല്ലുകയും അങ്ങനെ അവരെ ഇൻഫോം ചെയ്തതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു സംശയത്തിന്റെ ബേസ് വന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ പിന്നീട് സംശയം തോന്നിയത് ഇവർക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. ഇവരുടെ ഈ ഒരു കടയുടെ പേരിൽ തന്നെ വേറൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെബ്സൈറ്റിൽ ഇതുപോലെ സ്റ്റോക്സും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്നു, കടയിൽ വരുന്ന സ്റ്റോക്സും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ആ സ്റ്റോക്സിലും ഇങ്ങനെ തിരിമറി നടന്നു എന്നുള്ളൊരു സംശയം വെബ്സൈറ്റ് ചെക്ക് ചെയ്തപ്പോഴും തോന്നിയിരുന്നു. എന്നാൽ ഈ 3 സ്റ്റാഫ്സും അപ്പോൾ എല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് തന്നെ
അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നെന്നും ഇന്റർവ്യൂവിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും ദിയ പറയുന്നു, ഇവരെ സിസ്റ്റേഴ്സിനെ പോലെ കണ്ടതുകൊണ്ട് കോംപ്രമൈസിൽ പോകാനായിട്ട് മാക്സിമം ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഇവരുടെ അടുത്ത് പറഞ്ഞു എന്ന് പറയുന്നു, നിങ്ങളെ ഞാൻ സിസ്റ്റേഴ്സിനെ പോലെയാണ് കണ്ടത്, അതുകൊണ്ട് നമുക്കിത് കോംപ്രമൈസ് ചെയ്യാം, അതുകൊണ്ട് സത്യം പറ, നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയാണുള്ളതെന്ന് വെച്ചാൽ അത് താ, എന്നിട്ട് നമുക്കിത് കോംപ്രമൈസ് ചെയ്യാം എന്ന ഒരു ഉപാധി ഇവരുടെ മുന്നിൽ വെച്ചു എന്ന് പറയുന്നു. ഇങ്ങനെ നമുക്ക് കോംപ്രമൈസ് ചെയ്ത് പോവാം എന്നുള്ളത്. ഇവരെ പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രിഫറൻസ് കൊടുത്തിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ഈ സ്റ്റാഫ്സ് പറഞ്ഞിരുന്നത് അവരെ ഈ ഒരു കുറ്റമൊന്നും ഏൽക്കാൻ തയ്യാറില്ലായിരുന്നു. എന്നാൽ അപ്പോഴും അവര് അത് സമ്മതിക്കാൻ തയ്യാറല്ലായിരുന്നു. 500-1000 രൂപ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുന്നു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഇവർ സമ്മതിക്കാൻ തയ്യാറാവാതെ വന്നപ്പോൾ ദിയ പറഞ്ഞു എന്ന് പറയുന്നു, ഓക്കെ എന്നാൽ ഒരു സ്റ്റോറി ഇടാം, കസ്റ്റമേഴ്സിനോട് ചോദിച്ചുകൊണ്ടിട്ടുള്ള ഒരു സ്റ്റോറി ഇടാം, ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവം ഷോപ്പിൽ വന്നിട്ടുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടൊരു സ്റ്റോറി ഇടാം. അപ്പോൾ കസ്റ്റമേഴ്സ് അല്ലാതെ കാണുമല്ലോ, അപ്പോൾ കസ്റ്റമേഴ്സ് റെസ്പോണ്ട് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സജഷൻ വെച്ചപ്പോൾ ഈ സ്റ്റാഫ്സ് എല്ലാവരും കൂടെ കാല് പിടിച്ചിട്ട്, ഈ 3 സ്റ്റാഫ്സ് കാല് പിടിച്ചിട്ട് പറഞ്ഞു എന്ന് പറയുന്നു, അങ്ങനെ ചെയ്യരുത് എന്ന് കാല് പിടിച്ച് ഈ 3 സ്റ്റാഫ്സ് പറഞ്ഞു എന്നും. എന്നാൽ ദിയ പിന്നീട് സ്റ്റോറി ഇടുകയും അപ്പോൾ ആ സ്റ്റോറി കണ്ടിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് രംഗത്ത് വരികയും അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് രംഗത്ത് വരികയും ചെയ്തു എന്നും ദിയ ഇന്റർവ്യൂസിൽ പറയുന്നു. കസ്റ്റമേഴ്സ് പറഞ്ഞത് ചില കസ്റ്റമേഴ്സ് പറഞ്ഞത് QR കോഡ് വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു QR കോഡ് കാണിക്കുകയും അതിലേക്ക് പൈസ ഇട്ട് കൊടുക്കാൻ പറയുകയും ചെയ്തു എന്ന് ചില കസ്റ്റമേഴ്സ് പറയുന്നു. ചിലർ പറയുന്നു QR കോഡ് വർക്ക് ചെയ്യുന്നില്ല, ക്യാഷ് ആയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞെന്ന് ചിലർ പറയുന്നു. അവരെ വെളിയിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് പേയ്മെന്റ് മേടിച്ചു എന്ന് പറയുന്നു. കാരണം ഷോപ്പിൽ CCTV ക്യാമറാസ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് ക്യാഷ് ആയിട്ട് വാങ്ങിച്ചു എന്നും പറയുന്നു. അങ്ങനെ പല രീതിയിലുള്ള കസ്റ്റമേഴ്സിന്റെ കംപ്ലൈന്റ്സ് അപ്പോൾ വരാൻ തുടങ്ങിയെന്ന് കൂട്ടിച്ചേർക്കുന്നു. ഇതിന്റെ ഇടയിൽ ദിയ ഒരു ഫോൺ കോളിന്റെ കാര്യവും കൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇടയ്ക്ക് എല്ലാവരും കണ്ടു കാണുമല്ലോ, സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഒരു ഫോൺ കോള്, ദിയയും സ്റ്റാഫ്സും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഫോൺ കോള്. അതില് ദിയയും സ്റ്റാഫ്സും തമ്മിൽ ചെറിയൊരു തർക്കം പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫോൺ കോള് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ആ ഒരു ഫോൺ കോളിന്റെ സത്യാവസ്ഥ ഇങ്ങനെ സ്റ്റാഫ്സിനെ സംശയിക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം ഈ സ്റ്റാഫ്സ് ദിയയെ കണ്ടിന്യൂസ് ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ വിളിച്ചുകൊണ്ടിരിക്കുകയും അപ്പോൾ അതിന്റെ ഒരു ദേഷ്യത്തിലാണ് അങ്ങനെ ഒരു ഫോൺ കോള് ഉണ്ടായതെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു തർക്കവും കാര്യങ്ങളും ഉണ്ടായതെന്നും ദിയ വ്യക്തമാക്കുന്നുണ്ട്. എനിവേ, അവർക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത്. ലേഡീസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അവസരങ്ങൾ കൊടുത്തു എന്ന് പറയുന്നു. നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് താ, എന്നിട്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ കൊടുത്തു എന്ന് പറയുന്നു. ഓക്കെ, എനിവേ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ആ ഒരു കോൺട്രവേഴ്സിയിലെ അവസ്ഥ. ഇപ്പോൾ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും നമ്മളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കിയേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ.